നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തുവന്നത്. നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ ഹസൻ രംഗത്തെത്തിയതോടെയാണ് ചൂടുപിടിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമായത്. താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെക്കാൻ കാരണം ടിനി ടോമാണെന്നും തനിക്കെതിരെ പതിവായി അപവാദ പ്രചാരം നടത്തിയെന്നും അൻസിബ ആരോപിച്ചു. ടിനി ടോമിനെതിരെ അൻസിബയ്ക്ക് പിന്നാലെ നീനാക്കുറുപ്പും ആരോപണം ഉന്നയിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. നടി അൻസിബ ഹസൻ വനിതാ എസ്ഐക്കും നടി ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ വനിതാ സെൽ എസ്ഐ രേഷ്മ നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തൃക്കാക്കര SP സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. വ്യാജ പരാതിയുടെ മറവിൽ ലക്ഷ്മിപ്രിയയും വനിതാ SIയും ചേർന്ന് തങ്ങളെ മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു അൻസിബയുടെ പരാതി. എന്നാൽ ഈ പരാതിയിൽ തുടർ നടപടികൾ ആവശ്യമില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും തൃക്കാക്കര SP വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട അൻസിബയുടെയും ലക്ഷ്മിപ്രിയയുടെയും മൊഴികൾ പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. പരാതിയിൽ പറയുന്ന ദിവസം ഇരുവരും തമ്മിൽ സ്റ്റേഷനിൽ വെച്ച് വാഗ്വാദം ഉണ്ടായിട്ടുണ്ടെന്നത് മാത്രമാണ് സത്യമെന്നും അതിനപ്പുറം ഗൌരവമുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ നൽകിയ പരാതിയും ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ താൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് കണ്ടെത്തലിനെതിരെ കടുത്ത വിയോജിപ്പുമായി നടി അൻസിബ രംഗത്തെത്തിയിരുന്നു. സ്വാധീനമുണ്ടെങ്കിൽ കേരളത്തിൽ എന്തും നടക്കുമെന്ന അവസ്ഥയാണെന്ന് ബോധ്യപ്പെട്ടതായും പോലീസിന്റെ ഏകപക്ഷീയമായ റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അൻസിബ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്നെ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം മാനസികമായി പീഡിപ്പിച്ചതുകൊണ്ടാണ് പരാതി നൽകിയതെന്നും അല്ലാതെ SI രേഷ്മയുമായി വ്യക്തിപരമായ യാതൊരു മുൻപരിചയവും വിരോധവും തനിക്കില്ല എന്നും താരം തുറന്നടിച്ചു. ഞാൻ നൽകിയ പരാതിയിൽ കഴമ്പില്ല എങ്കിൽ എന്തിനാണ് SI രേഷ്മ എന്നെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തിയത്? അവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ ഞാൻ എന്റെ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. 10:30 മറ്റോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. പരാതിയിൽ കഴമ്പില്ലെങ്കിൽ എന്തിനെന്നെ അത്രയും നേരം അവിടെ ഇരുത്തി? ലക്ഷ്മിപ്രിയയും അവരുടെ ഭർത്താവ് ജയേഷും SI രേഷ്മയും ചേർന്നാണ് SIയുടെ റൂമിലിരുത്തി എന്നെ ചോദ്യം ചെയ്തത്. അങ്ങനെ ഒരു നിയമം രാജ്യത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ കഴമ്പില്ലെങ്കിൽ ഒരു SIക്ക് അത് ആദ്യമേ മനസ്സിലാകേണ്ടതല്ലേ? കഴമ്പില്ലാത്ത പരാതിയിൽ എന്നെ എന്തിനാണ് അത്രയും മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്? അവിടെ അത്രയും നേരം ഇരുന്നതിന്റെ തെളിവ് എന്ന് പറയുന്നത് ഞാൻ 10:30 അവിടെ എത്തിയപ്പോൾ രജിസ്റ്റർ ബുക്കിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരുപാട് നേരം ഇരുന്നതിന് ശേഷം മാപ്പെഴുതിയ ഒരു പേപ്പർ ഫോട്ടോ എടുക്കാൻ പോലും അനുവദിച്ചില്ല. ലക്ഷ്മിപ്രിയയെ മാത്രമാണ് അനുവദിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വന്നു. വീണ്ടും ഞാൻ തിരിച്ച് എന്റെ 2 സുഹൃത്തുക്കളുമായി തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ പോയി. നിങ്ങൾ പക്ഷപാതപരമായി പെരുമാറിയത് ഞങ്ങൾ എല്ലാ ചാനലിലും അറിയിക്കുമെന്ന് പറഞ്ഞു. ചാനലുകളെ ഭയന്നിട്ടാണ് SI രേഷ്മ എന്നാൽ അൻസിബ ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് എന്നെ അകത്തേക്ക് വിളിച്ചത്. ഇപ്പോൾ പോലീസ് എടുത്ത തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം. കാരണം സ്വാധീനം ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി സ്വാധീനം കൊണ്ട് എന്തും നടക്കുമെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം SI രേഷ്മ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കും? ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി കൊടുത്തപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു. എനിക്കൊരു മുൻപരിചയവും ഇല്ലാത്ത SI രേഷ്മയ്ക്കെതിരെ പരാതി നൽകിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അതെങ്കിലും ചിന്തിച്ചൂടെ? ആ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായി അവരെ കണ്ടത്. മാനസികമായി പീഡിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതിപ്പെട്ടത് എന്നും അൻസിബ പറഞ്ഞു. അതേസമയം നടൻ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കടവന്ത്ര പോലീസ് മുൻപാകെ ഹാജരായ അൻസിബ വിശദമായ മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെ നിരന്തരം സൈബർ അധിക്ഷേപങ്ങൾ നടത്തുന്നുവെന്നും ജിഹാദി എന്ന് വിളിച്ച് വർഗീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ടിനി ടോമിനെതിരെയുള്ള പരാതി. ഈ കേസിൽ നടി നീനാക്കുറുപ്പാണ് പ്രധാന സാക്ഷി. നീനാക്കുറുപ്പിന്റെയും ടിനി ടോമിന്റെയും മൊഴികൾ വരും ദിവസങ്ങളിൽ പോലീസ് രേഖപ്പെടുത്തും. നിലവിൽ മൊഴിപ്പകർപ്പുകൾ SPക്കും DCPക്കും കൈമാറിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും കടവന്ത്ര പോലീസ് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. എന്നാൽ നടി അൻസിബ ഹസനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് നടി ലക്ഷ്മിപ്രിയ പറയുകയാണ്. അൻസിബ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് വിവാദം സൃഷ്ടിക്കുകയാണെന്നും ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് അൻസിബയ്ക്കെതിരെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മുഖേന കേസ് ഫയൽ ചെയ്യും. അൻസിബ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പ്രതിച്ഛായയെ
ഇകഴ്ത്തുന്ന, എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അൻസിബ സംസാരിച്ചു. 10 വയസ്സുള്ള മകളെ അപമാനിക്കുന്ന തരത്തിൽ അധിക്ഷേപിച്ചു എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. തന്റെ ഭർത്താവിനെ കുറിച്ചും മോശമായി സംസാരിച്ചെന്ന് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. അമ്മ സംഘടനയിൽ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിച്ചതാണ് അൻസിബയെ ട്രിഗർ ചെയ്തതെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. അമ്മ എന്നത് ചാരിറ്ററി ട്രസ്റ്റാണെന്നും എവിടെ നിന്നും സംഭാവന സ്വീകരിക്കാമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൻസിബയ്ക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ലക്ഷ്മിപ്രിയ നടത്തിയത്. മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നുവെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. മതചിഹ്നം വരാൻ പാടില്ല എന്നുള്ളതാണ് അൻസിബ വാശി പിടിച്ചത്. അതുകൊണ്ടാണ് മതവർഗീയവാദികൾ പിന്നിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അമ്മ ക്ഷേത്രങ്ങളോ പള്ളികളോ ആര് ഫണ്ട് തന്നാലും സ്വീകരിക്കുമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ടിനി ടോം. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ വർഗീയമായ രീതിയിൽ സംസാരിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അൻസിബയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതാണെന്നും ടിനി ടോം വിശ്വസിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ നേരിട്ടെത്തി തന്റെ ഭാഗം വിശദീകരിക്കാൻ അദ്ദേഹം പൂർണ്ണ സന്നദ്ധനാണ്. താരസംഘടനയായ അമ്മയുടെ വേദികളിലും ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പോലീസിന്റെ നിലവിലെ അന്വേഷണ രീതി പരിശോധിക്കുമ്പോൾ പെട്ടെന്നൊരു എഫ്ഐആർ ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അൻസിബയുടെയും ടിനി ടോമിന്റെയും മൊഴികൾ കേട്ട ശേഷം മാത്രം തുടർ നടപടികൾ മതിയെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ഇത് ക്രിമിനൽ കുറ്റമായി പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്ന വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. അതിനാൽ ഇരുകൂട്ടരെയും അനുരഞ്ജനപ്പെടുത്താനോ അല്ലെങ്കിൽ കോടതിയുടെ പ്രത്യേക നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനോ ആണ് പോലീസ് പദ്ധതിയിടുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.